മധുരം, പുളി, എരിവ്. എങ്ങോട്ടാ നമ്മള് പോകുന്നേ? അയ്യോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു വാഗമൺ ട്രിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കാണുന്നത്. ഒരു 6-6:30 ആയപ്പോൾ രാവിലെ എല്ലാവരും കൂടെ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും എന്നെ അറിയുന്നുണ്ടാവില്ല. എന്റെ പേര് മേഘ. അപ്പൊ ഞാനും എന്റെ കൊളീഗ്സും, എന്റെ എക്സ് കൊളീഗ്സ്, ഇപ്പൊ ഞാൻ വർക്കിംഗ് അല്ല, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു വാഗമൺ ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചധികം നാളെ പ്ലാൻ ചെയ്തിട്ട് നീട്ടി വെച്ച് വന്നൊരു യാത്ര ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എനർജറ്റിക് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിന് വേണ്ടി ഒരു ലോങ് വ്ലോഗ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വീഡിയോസും ഞാൻ ഹൊറിസോണ്ടലിന് പകരം വെർട്ടിക്കലായിട്ട് എടുത്തിട്ടുള്ളത്. ആ ക്ലിപ്പും ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാനത് ശരിയാക്കാട്ടോ. ഇത് ആൻസർ ഇന്നലെ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ് ബസ്സിൽ കയറിയപ്പോൾ തന്നെ അവൻ കണ്ണടിച്ചു. പക്ഷെ ഞങ്ങളാരും അവനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവനും ആക്നയിലും കൂടെ ഭയങ്കര ഡാൻസ് കളിയാണ്. ഫുൾ ഓൺ ഫുൾ പോർ എന്നൊക്കെ പറഞ്ഞ് അവൻ ഉറക്കത്തിന് എണീറ്റ് ആൽബിയുടെ മുന്നിൽ 2 സ്റ്റെപ്പ് ഇട്ടു. അത് കണ്ടപ്പോൾ പിന്നെ ആൽബിക്ക് ഒരു കൊതി. അങ്ങനെ അവൻ അവന്റെ ഭാഷയിൽ ഏതോ 2 ഡാൻസ് സ്റ്റെപ്പ് ഇട്ടു. അവന്റെ കറക്കം കണ്ട് തലയിറങ്ങി ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ആഹാ നല്ല രസമുണ്ട്. ഒന്നുമില്ല, കുറെ പാറ മാത്രം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഞാൻ എല്ലാം വെർട്ടിക്കലിൽ എടുത്തത്. ഹൊറിസോണ്ടലാക്കാൻ പറ്റുന്ന കുറെയൊക്കെ ഞാൻ ഹൊറിസോണ്ടലാക്കിയിട്ടുണ്ട്. അല്ലാത്തത് വെർട്ടിക്കലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ യാത്രയുടെ ഇടയിൽ വ്യൂ കാണാനെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴാണ് ഈ കരടി പുലിയാണെന്ന് തോന്നുന്നു, അതിനെ കണ്ടു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്ക് നല്ല മലയും കുന്നും ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ബുസ്താന, ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു പൂക്കിയാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ നടന്നാലേ താഴെ എത്തത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ നടക്കുന്ന സൈഡിലെ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല വ്യൂ ആയിരുന്നു. നല്ല മലയും ആകാശമൊക്കെ കാണാൻ എന്താ ഭംഗിയെന്നറിയോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ മലയുടെ ഇടയ്ക്ക് അരുവിയൊക്കെ ഉണ്ട്. അത് മാത്രം വെള്ള കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ താഴേക്കാണെങ്കിൽ വീടൊക്കെ ഉണ്ട്. അത് വീടാണോ എസ്റ്റേറ്റ് ആണോ? ഇനിയിപ്പോൾ വീടാണെങ്കിൽ അവിടെ ഉള്ളവരെങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നത് എന്നൊക്കെ ഞാൻ കുറച്ച് ആലോചിച്ചു. പിന്നെ ആലോചിച്ച് മടുത്തപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അവരെല്ലാം കൂടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം തിരിച്ച് നമ്മൾ യാത്രയായി. അതിനുശേഷം നമ്മൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിച്ചു. അർപ്പിത വെജ് ആയതുകൊണ്ട് കടലക്കറിയും പൊറോട്ടയും കഴിച്ചു. പിന്നെ 1-2 മീൽസ് കഴിച്ചു. ബാക്കി എല്ലാവരും ബിരിയാണി തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ റെയിൻകോട്ട് വാങ്ങാൻ വേണ്ടി കയറി. ഞാൻ ഇതാ പുലിയെ കണ്ട സ്ഥലത്ത് നിന്ന് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു അവിടെ ഇഷ്ടംപോലെ റെയിൻകോട്ട് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങാന്ന്. കേട്ടില്ല. അല്ലെങ്കിലും ചെറിയവർ ചൊല്ലും ചെറുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നാണല്ലോ. ആക്ച്വലി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അരുവിയുടെ ക്ലിപ്സ് ഞങ്ങൾ ആക്ച്വലി കണ്ടില്ല. ആക്ച്വലി രാത്രി കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവന്മാർ ഇറങ്ങിയപ്പോൾ ഇവർ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ. അതിന്റെ ക്ലിപ്പ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, റിയൽ ആയിട്ട് ഞാൻ കണ്ടില്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. നല്ല മലയും കുന്നും ടീ എസ്റ്റേറ്റും ഒക്കെ കണ്ട് നമ്മൾ നല്ല എൻജോയ് ചെയ്ത് യാത്ര ചെയ്തു. ശേഷം നമ്മൾ സ്പോട്ടിലെത്തി. ഇതാണ് ബ്രീസി പോയിന്റ്. ഇവിടെ ഉണ്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇന്ന് രാത്രി. ആഹാ എന്താ ചെയ്യല്. ശരിക്കും പാഷൻ ഫ്രൂട്ടും ഒരുപാടധികം ഓറഞ്ചസും പിന്നെ കുറേ ചെടികളും മരങ്ങളും. ഈ സിറ്റി ലൈഫിൽ നിന്ന് കുറച്ച് മാറി താമസിക്കണം, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ് വേണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ഫ്രണ്ടിലത്തെ ആർച്ച് കംപ്ലീറ്റ്ലി ഇതേപോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. വിളഞ്ഞതും വിളയാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. വിളഞ്ഞത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതൊക്കെ നമ്മൾ വയറ്റിലാക്കി. നമുക്ക് തികയാത്തോണ്ട് ആൻറ്റി നമുക്ക് കുറേ പാഷൻ ഫ്രൂട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം മറക്കണ്ട, ബ്രീസി പോയിന്റ് വാഗമൺ. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പേരക്ക ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, പാഷൻ ഫ്രൂട്ട് ആയിക്കോട്ടെ. ഓറഞ്ചൊക്കെ ഇങ്ങനെ കയ്യത്തും ദൂരത്ത് നിൽക്കുന്ന കാണുമ്പോൾ പറിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പച്ചയായിരുന്നു കേട്ടോ, ഒരെണ്ണം ഒഴിച്ചിട്ട്. ഇവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയാണ് നമ്മളെ കൊണ്ടുപോയി താഴേക്ക് ഇറങ്ങുന്നത്. നമുക്ക് താഴത്തെ സ്പോട്ടൊക്കെ കാണിച്ചു തരാൻ പോവാണ്. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ആൻറ്റി നമ്മളെ കൊണ്ടുപോവാണേ. അത്യാവശ്യം നല്ല ചറുക്കുന്ന സ്ഥലമൊക്കെ ആയിട്ട് സൂക്ഷിച്ചിറങ്ങാൻ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. ലീച്ചസ് ഉണ്ട്, അർപ്പിതയുടെ കല്ലൊക്കെ ലീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വീണ്ടും നടക്കുകയാണ്. ഒട്ടത്തിയായ ഞാൻ എപ്പോഴും മറന്നു പോകും, വെർട്ടിക്കലി അല്ല ഹൊറിസോണ്ടലിയാണ് വീഡിയോ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും എടുത്ത് പോയി ആഡ് ചെയ്താലേ പറ്റുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ചെറിയ കാട് പോലെയൊക്കെയാണ്, എന്നാലും നടക്കാനുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് കുളം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാവേ. നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മണ്ട അടിച്ച് തറയിൽ വീഴും. അതുപോലെ തന്നെ പുഴുക്കളും ലീച്ചസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞോണ്ടിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ലീച്ചസ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ചൊറിച്ചിൽ മാത്രമല്ല രക്തവും വരും. അതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ സൂക്ഷിക്കണം. കുറച്ചുകൂടെ അടുത്ത് നിന്നപ്പോഴത്തേക്കും അവിടെ ഡേഞ്ചർ ആണ്, അടുത്തോട്ട് പോകണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത്ര ഡേഞ്ചർ ഒന്നുമില്ല. അവിടെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സംഭവം കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കുളത്തിന് അത്യാവശ്യം നല്ല ആഴമുണ്ട്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേഞ്ചർ ആവും. പിന്നെ എന്നെ പോലെ നീന്താൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ. കുളത്തിൽ അത്യാവശ്യം കുറേ മീനുണ്ടായിരുന്നു. കരിമീനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റി ഞങ്ങൾക്ക്. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്ന ലാൻഡൊക്കെ ഇവരുടെ തന്നെയാണ് കേട്ടോ. ഇവർക്ക് സ്വന്തമായിട്ട് കുറേ അധികം കൃഷികളുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പ്രൈവറ്റ് വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഏലമൊക്കെ കാണുന്നത്. ഏലത്തിൻ്റെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ പുഴുക്കുട്ടനെ കണ്ടു. പുഴുക്കുട്ടനെ കണ്ട് ബൈയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും നടന്നു. അങ്ങനെ നടന്ന്
മുകളിലോട്ട് കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ മെയിൻ റോഡ് എത്തുന്നത്. റോഡല്ല, അത് നമുക്ക് ആ പ്രൈവറ്റ് ഏരിയയുടെ ഭാഗം തന്നെയാണ്. ഇവിടാണ് എൻട്രി കേട്ടോ. അത് കുറച്ചുകൂടെ നടന്നപ്പോഴാണ് ഈ ഒരു പഴുത്ത ഓറഞ്ച് ഞാൻ കാണുന്നത്. അത്രയ്ക്ക് പഴുത്തില്ല, എന്നാലും കുറച്ച് വിളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓറഞ്ച് ചോദിച്ച് ബാക്കിയെല്ലാം പച്ചയായിരുന്നു. ആ ഒരു ഓറഞ്ചാണിത്. ഞാൻ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പിന്നെ പറയാം. അതിന് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ ഗ്രാമ്പു ഉണ്ടെന്ന് ആൻറ്റി പറഞ്ഞിട്ട് മണമുണ്ട് ഗൈസ്, മണമുണ്ട്. ഗ്രാമ്പു തന്നെയാണ്. ശേഷം നമ്മൾ അകത്തോട്ട് നിന്നപ്പോഴേക്കും യുവമാരൊക്കെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാത്രിത്തേക്കാണ് കേട്ടോ. ഞാനാണെങ്കിൽ നേരത്തെ കൊണ്ടുവന്ന ഓറഞ്ച് എങ്ങനെയെങ്കിലും തൊലിച്ച് അകത്താക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അത് തൊലിക്കാൻ വേണ്ടി പിച്ചാത്തി എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ പിച്ചാത്തി മീൻസ് നൈഫ്, കത്തി. പിന്നെ അതൊന്നും കിട്ടാത്തപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് എന്നെ അങ്ങോട്ട് മുറിക്കാൻ നോക്കി. മുറിച്ചപ്പോഴത്തേക്ക് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സ്മെല്ലായിരുന്നു. കഴിച്ചപ്പോഴത്തേക്കാണെങ്കിൽ ഒടുക്കത്ത പുള്ളി വിളിച്ചിട്ട് ജീവിതം ഞാൻ വെറുത്തുപോയി. അങ്ങനെ ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പും ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉള്ളത് പറയല്ല, ഓറഞ്ചിനെക്കാട്ടിയും ടേസ്റ്റ് ആ സ്റ്റാർ ഫ്രൂട്ടിനായിരുന്നു. മധുരം ഉപ്പും പുളിയും എന്തായിരുന്നു അറിയോ, അടിപൊളിയായിരുന്നു. മാരിനേറ്റ് ചെയ്യുന്നത് അനോഷാണ് കേട്ടോ. പനീർ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അർപ്പിതയ്ക്ക് വേണ്ടിയിട്ടാണ്. അർപ്പിത വെജ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നല്ല സ്റ്റാർ ഫ്രൂട്ട് ഉപ്പും മുളകും ഇട്ടത്. മധുരം, പുളി, എരിവ്, അടിപൊളി. പിന്നെ കുറച്ചേരം മേഘം പോകുന്നതൊക്കെ നോക്കി നിന്നു. കണ്ണ് ചിമ്മിയപ്പോഴത്തേക്കും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചേരം മഴയൊക്കെ നോക്കി നിന്നു. മഴ പെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ വാട്ടർഫോളിലേക്ക് പോകാൻ കേട്ടോ. വാട്ടർഫോളിലേക്ക് പോകാനാണ് നമ്മളെല്ലാവരും ഈ മഴയത്ത് കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എസ്റ്റേറ്റിന്റെ പുറത്തെത്തി. നല്ല രസമുണ്ട് കേട്ടോ മേഘം കാണാൻ വേണ്ടിയിട്ട്. മേഘവും സൂര്യൻ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആകാശത്തോടെ നോക്കി കുറേ നേരം നിൽക്കാനൊക്കെ ഭ്രാന്താണോ എന്തോ. എന്തായാലും നമ്മൾ കുറച്ച് നേരം നടന്നു. അങ്ങനെ നടന്ന് നമ്മൾ കാട്ടിനിടയിൽ കൂടെയൊക്കെ, കാടല്ല പക്ഷെ കാടിലേക്ക് എത്തും. ഇപ്പോൾ ബാച്ച് ആദ്യം ഇതേ ഫ്രണ്ടിലേ പോയി. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഞങ്ങൾ ഇതേ പിറകിലാണ്. വീട്ടിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ സ്പീഡിന് നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബാക്കിലൊക്കെ ഒരുപാട് ആൾക്കാരും ഉണ്ട്, ഫ്രണ്ടിലും ആൾക്കാരുണ്ട്. താഴെ ഫുള്ള് ചറുക്കലാണ്. അപ്പൊ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ചറുക്കി മൂടും കുത്തി തറയെ കിടക്കും. അതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് നടക്കുന്നത്. അങ്ങനെ കുറെ നടന്ന് പോയപ്പോഴത്തേക്കും ചെറിയ അരുവികളില്ലേ ഈ സൈഡിലൊക്കെ, ചെറിയ ചാല് പോലെയൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്ന അരുവികളാണോന്ന് അറിയില്ല, ഈ ഉറവയാണോന്നും അറിയത്തില്ല. ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നു. ചെറിയ വാട്ടർഫോൾ പോലത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ കണ്ട് ആസ്വദിച്ച്. മഴ പെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം വരുന്നോണ്ടിരിക്കുന്നത്. നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതും ഒക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ നടക്കുകയാണ്. മുകളിലൊക്കെ ടീ എസ്റ്റേറ്റ് ആണ്. അങ്ങനെ നമ്മൾ നടന്ന് പോയപ്പോഴത്തേക്കാണ് ജാമ്പയ്ക്ക വികാരം അല്ലാത്തത്. ഈ കൂവി വിളിച്ച് വരുമായിരുന്നു ഞാൻ, എനിക്ക് കൂടെ തരണേ എന്ന് പറഞ്ഞിട്ട്. ഫൈനലി എനിക്ക് 2 കിട്ടി കേസ്. അത് ഞാൻ കഴിച്ചു. 2 കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. അതിനുശേഷം 2 നമ്മളത് കഴിച്ച് പോവാണേ. ഫൈനലി നമുക്കും കിട്ടി ജാമ്പയ്ക്ക. നല്ല മധുരമുണ്ട്. ഞാൻ മാത്രം ലേറ്റായി. വേഗം പോട്ടെ. നല്ല പുളിയും മധുരമുണ്ട്. പുളിയും മധുരമുണ്ട്. തേരി കയറണം. ഇത്രയും ദൂരം നടത്തിക്കൊണ്ടുവന്നിട്ട് പറയാ, ആ കാണുന്നതാണ് വാട്ടർഫോള്, അവിടേക്കാണ് നമ്മൾ പോകാൻ പോണതെന്ന്. ശരിക്കും ഡയറക്റ്റ് അങ്ങ് പോയാൽ പോരെ. ഇത്രയും മല കയറ്റി അവിടെ കൊണ്ട് വന്ന് ദൂരമുള്ള കാഴ്ച കണ്ട് വീണ്ടും ആ മല ഇറങ്ങി വീണ്ടും നമ്മൾ കാട്ടിലൂടെ കയറി അങ്ങോട്ട് പോവാണ് ഗൈസ്. ശരിക്കും അപ്പം നല്ല വിഷമം തോന്നി, നല്ല ദേഷ്യം തോന്നി. പക്ഷെ സാറില്ല, ഒരു എക്സ്പീരിയൻസ് ആയി എന്ന് നമ്മൾ കണക്ക് കൂട്ടി ഞങ്ങളങ്ങ് നടന്നു. രണ്ട് പ്രാവശ്യം വീണ തരുണാണ് ഫ്രണ്ടിൽ പോകുന്നത്. റെഡ് കോട്ട് വീണ ആളാണ് തരുൺ. എത്ര പ്രാവശ്യം വീണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 5 പ്രാവശ്യം മിനിമം വീണിട്ടുണ്ടാവും. അതിൽ കൂടുതൽ വീണെങ്കിലേ ഉള്ളൂ. പക്ഷെ വീണ്ടും അവൻ ഒന്നും നിന്നൊന്നുമില്ല, എണീറ്റും വീണ്ടും നടന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി ഒന്നും നടക്കും.
ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി വാട്ടർഫോൾ എത്തിയൊന്നുമില്ല. പക്ഷെ ഇനിയാണ് ശരിക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഇതൊരു ചെറിയ പാർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ അരുവിയെ കണ്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഇനിയും കുറേ നടന്നിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് നടക്കാൻ പോകുന്നത്. ഏലമാണ്, ഫുൾ ഏലത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നടക്കേണ്ടത് കേട്ടോ. ഈ സ്ഥലത്തൂടെ ആരും നടന്നു പോകരുതെന്ന് കരുതിയിട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും പാടായിരുന്നു. ഈ കാണുന്നത് പോലെയൊന്നും അല്ല. ആക്ച്വലി കുറച്ച് നല്ല സ്ഥലം എത്തുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇഴഞ്ഞും കവന്നും കിടന്നും ഒക്കെ കയറുന്ന സമയത്ത് നമുക്ക് കയ്യിലൊരു ഫോൺ വെച്ച് വീഡിയോ എടുക്കാനുള്ളൊരു മനസ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കരപറ്റിയാൽ മതി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് ആ സമയത്തുള്ള വീഡിയോസൊന്നും നിൻ്റെ ഇല്ല. പിന്നെ ഞങ്ങൾ വാട്ടർഫോളിലെത്തി. ഞാൻ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു വാട്ടർഫോളിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നത്, വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ലിറ്ററലി നമ്മൾ കുറേ നേരം അവിടെ അറുമാതിച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് കരയിലോട്ട് കയറുന്നത് കേട്ടോ. അത്രയും നേരം നമ്മളവിടെ ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിലൊക്കെ കുറേ നേരം അങ്ങനെ കളിച്ചു. ചെവിയിലൊക്കെ വെള്ളം കയറി, മൂക്കിൽ വെള്ളം കയറി, കണ്ണിൽ വെള്ളം ഇറങ്ങി. രസമായിരുന്നു അത്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കോട്ട് ഇട്ടുകൊണ്ടാണ് തരുണിരിക്കുന്നത്. എനിക്ക് എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല. വെള്ളത്തിൽ കോട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിയത് ഒരു വടിയും പിടിച്ചൊരു അപ്പൂപ്പനും പോലെ അവിടെ ഇരിപ്പുണ്ടാവാൻ. പക്ഷെ അവനും എല്ലാവരും എൻജോയ് ചെയ്തിട്ടോ. ഭയങ്കര ഒരു മെമ്മറബിൾ ഡേയ്സ് ആയിരുന്നു അത് രണ്ടും. അങ്ങനെ കുറേ നേരം മനസ്സും ശരീരമൊക്കെ തണുക്കുന്നവരെ അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ പതുക്കെ തിരിച്ച് കയറുകയാണ് കേട്ടോ. പതുക്കെ എല്ലാവരും പിടിച്ച് കയറുകയാണ്. കുറച്ച് പാടാണ് അവിടെ നിന്ന് തിരിച്ച് വരാനൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ തിരിച്ച് കയറിയതിന് ശേഷം നമ്മൾ എസ്റ്റേറ്റിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. നമ്മൾ വാട്ടർഫോളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വന്ന വഴിയൊക്കെ നമ്മൾ തിരിച്ച് കയറണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞു പറ്റില്ല, എന്തായാലും നമ്മളെ കൊണ്ട് ഈ വന്ന വഴിയൊന്നും തിരിച്ച് കയറാൻ പറ്റില്ല, നമ്മൾ പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ശരി എന്നാൽ പിന്നെ കുറച്ച് നടക്കാൻ പറ്റുമെങ്കിൽ, നേരെയുള്ള റോഡ് നടക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ വന്ന വണ്ടി അവിടെ വരും, നമുക്ക് അതിൽ കയറിയിട്ട് പിന്നെ തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ കുറേ നേരം നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് എൻ്റെ ക്യാമറയിൽ കുറച്ച് വെട്ടം അടിച്ചു. പക്ഷേ ഈ ഒരു ലുക്ക് കൊള്ളാമല്ലേ, നല്ല ചിറാപ്പുഞ്ചിയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വീഡിയോ. പക്ഷേ ആക്ച്വലി ക്യാമറയിൽ എന്തോ ബ്ലറായതാണ്. പക്ഷെ നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. ഇപ്പോഴാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കാണുന്നത്. ഗൈസ്, ഞാൻ കാപ്പിക്കുഴി കഴിച്ചതാണ്. ഇതാണ് കാപ്പിക്കുഴി. പണ്ട് ഞാനിതേപോലെ ഒരു കാപ്പിക്കുഴി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എവിടെയും കൊടുക്കും. ഇതാണ് കാപ്പിക്കുഴി. ഇത് ഉണക്കിയിട്ടാണ് കാപ്പിക്കുഴി ആക്കുന്നത്. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. അങ്ങനെ ഞങ്ങൾ കല്ലും മുള്ളും ഒക്കെ താണ്ടി വാട്ടർഫോളൊക്കെ കണ്ട് പതിയെ തിരിച്ച് നടക്കാൻ കേട്ടോ. എല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും തിരിച്ചു പോവാൻ കേട്ടോ. പലരും പകുതി വേഷത്തിലൊക്കെയാണ് ഉള്ളത് കുളിച്ചിട്ട്. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം കുറേ നാൾക്ക് ശേഷമായിരിക്കും പല ആൾക്കാരും ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇത്രയും നേരം കളിക്കുന്നതൊക്കെ. അപ്പോൾ രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവാണേ. പോകുമ്പോൾ ഒരാളുടെ ഷോട്ടിൽ മറ്റൊരാൾ പിടിച്ച് ഇങ്ങനെയൊക്കെ പോകുന്നത്. കാരണം അങ്ങനെ ആകുമ്പോൾ കുറച്ച് വീഴാതെ നോക്കാൻ പറ്റും. കാരണം നമുക്കവിടെ പിടിക്കാനായിട്ട് മരങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏലത്തിൽ പിടിക്കാന്ന് വെച്ചാൽ ഏലം മൂടോടെ പിഴുതു വരും. അപ്പം നമ്മളും ഏലം എല്ലാം കൂടെ താഴെ കിടക്കും. അപ്പോൾ അവർക്ക് നാശനഷ്ടം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ തന്നെ പിടിച്ചൊക്കെ പോവുമായിരുന്നു. ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള റോഡായതുകൊണ്ട് നമുക്ക് റോഡ് കാണാം, നടന്നു പോവാം. പക്ഷേ ഏലത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കമൊക്കെയാണ്, ഭയങ്കര വലിയ സ്ലോപ്പ് പോലെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലടത്ത് വരുമ്പോൾ ഇതേപോലെ ചെളിയും വെള്ളമായിട്ട് കിടപ്പുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തറയെ കിടക്കും. നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. കാരണം എല്ലാവരും അത്ര എക്സോസ്റ്റഡ് ആയി. തിരിച്ച് നടക്കാൻ പറ്റില്ല, തിരിച്ച് നടക്കാൻ കയറാൻ നമ്മളെ കൊണ്ട് ആവതില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മെയിൻ റോഡിലോട്ട് നടക്കുകയാണ്. അപ്പം നമ്മൾ വന്ന വണ്ടി അവിടെ വരും. നമ്മൾ വാഗമണിലേക്ക് വന്ന ട്രാവൽ വരും കേട്ടോ. പിന്നെ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടോ നമ്മൾ തിരിച്ചു പോയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാവലർ എത്തി. പിന്നെ ഞങ്ങൾ അതിൽ കയറി പോവാണ് ചെയ്തത്. രാത്രി പിന്നെ ഗ്രില്ലും ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു, ഡാൻസ് കളിച്ചു. ആഗ്നലും അനോഷും ബാക്കി എല്ലാ ബോയ്സും കൂടി ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് രാത്രി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഗേൾസ് എല്ലാവരും രാത്രി ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ അർപ്പിതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പനീർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു. കഴിച്ചെല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞു. അർപ്പിതയ്ക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് ക്യാമ്പ് ഫയറിൻ്റെ സ്ഥലത്തേക്ക് പോവാട്ടോ.
അപ്പം ഞാൻ ക്യാമ്പ് ഫയറിൻ്റെ സ്ഥലവും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇരുട്ടായതുകൊണ്ട്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്തത്. ഇതെല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. ഇത് ബുസ്താന, അടുത്ത് തങ്കം ചേച്ചി, അർപ്പിത, അപ്പുറത്തെ സൈഡ് ഫുൾ ബോയ്സ്. പിന്നെ ഒരു സൈഡിൽ നമ്മുടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോഴി ഗ്രിൽ, അത് ഗൈസ് ചിക്കൻ ഗ്രിൽ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ആൾ ആഗ്നിലാണ്. പിന്നെ അനോഷും ബാക്കിയുള്ള ബോയ്സും ഒക്കെ ഹെൽപ്പിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ പനീറാണ് കേട്ടോ. പക്ഷേ ഇതല്ല കളർ, ഇത് ഉണ്ടാക്കി തുടങ്ങിയതേ ഉള്ളൂ. ലാസ്റ്റ് നല്ല ബ്രൗൺ കളറായിരുന്നു. വേറെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ഉറക്കമായി വയ്യാത്തതുകൊണ്ട് പിന്നെ ബാക്കി കുറച്ചൊരു മുകളിൽ പോയി ബാക്കി കുറച്ചൊരു ഇവിടെ നിന്ന് ചീട്ട് കളിക്കുകയാണ്. മര്യാദയ്ക്ക് ഉറങ്ങാൻ കിടന്ന് എന്നെ പിടിച്ച് വലിച്ചാണ് ഇവിടെ കൊണ്ടിരുത്തിയത്. എനിക്കാണെങ്കിൽ ചീട്ട് കളിക്കാനും അറിയില്ല. നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടായിട്ടുള്ള ബ്രീസി പോയിന്റിന്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻട്രി വരുമ്പോഴത്തേക്കും ഇതാണ് കുട്ടി ഹാള്. പിന്നെ 2 മുറി ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇതാണ് ഹാൾ കേട്ടോ. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൈഫൈ ഉണ്ട്. പിന്നെ സൈഡിൽ 2 മുറിയുണ്ട് കേട്ടോ. ഒന്ന് ബോയ്സിലും ഒന്ന് ഗേൾസിനായിരുന്നു. പിന്നെ മുകളിൽ റൂമുണ്ട്, അവിടെയാണ് ബാക്കി ബോയ്സ് കിടന്നത്. താഴെ 2 പേര് നേരത്തെ ഉറങ്ങിയെന്ന് പറഞ്ഞില്ലേ, അവർ 2 പേര് മാത്രമേ താഴെ ഉള്ളൂ, ബാക്കി എല്ലാവരും മുകളിലാണ്. ഇതിന്റെ ഉള്ളിലായിട്ട് 3 വാഷ്റൂം, 2 ബെഡ്റൂം, ഒരു കിച്ചൺ, അങ്ങനെയാണ് ഹാള്. അത്രയും പേരത്തെ. പുറത്തൊരു വാഷ്റൂം ഉണ്ട്. പിന്നെ മുകളിൽ ഒരു റൂം പ്ലസ് വാഷ്റൂം, അങ്ങനെയാണുള്ളത്. ഞാൻ ബാക്ക് വഴി ഫ്രണ്ടിലേക്ക് വന്നിട്ടോ. ഫ്രണ്ടിലൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ വലിയൊരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. കുറേ പേർക്ക് അവിടെ തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കാട് പോലെയാണ്, ഏലത്തോട്ടമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പോൾ എന്താ വ്യൂ എന്നറിയോ. ഞങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് പുറത്തിരുന്നിട്ട് തന്നെയാണ്. നല്ല വ്യൂ ഉണ്ടാവും മഴയൊക്കെ പെയ്യുമ്പോൾ, അടിപൊളി. സെക്കൻഡ് ആയിട്ടോ നമ്മുടെ എസ്റ്റേറ്റിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫുള്ള് കണ്ടു നോക്ക്. ബാക്കിൽ അവരുടെ റെയിൻകോട്ടൊക്കെ മടക്കി വെക്കാൻ കേട്ടോ. തിരിച്ചു കൊണ്ടുപോകാൻ ഞാൻ ഓൾറെഡി മടക്കിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ അവിടെ. ഇതാണ് ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ഫയർ നടത്തിയ സ്ഥലം അവിടെയാണ്. ദെൻ കുറേ ഏക്കറുണ്ട്, അവർ പറഞ്ഞതനുസരിച്ച് കുറേ ഏക്കറുണ്ട് ഇവിടെ. ഇതിങ്ങനെ നേരെ പോയിട്ട് ദെൻ എന്താ നമ്മുടെ എൻഡിങ് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ പോകുന്നത്. കുട്ടി പേടിച്ചു വന്നതാണോ? പേടിക്കണ്ടടാ മോനെ, ഞാനൊന്നും ചെയ്യില്ല. ഓക്കെ. ഓറഞ്ച് ഉണ്ട്, ജാതിക്കയുണ്ട്, എന്തെല്ലോ ഉണ്ട് ഇവിടെ. ഏലം, പിന്നെ ബംബിളി നാരങ്ങ, സ്റ്റാർ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പറകിൽ ആ ഒരു ആർച്ച് ഫുള്ള് പാഷൻ ഫ്രൂട്ടാണ്. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ, ഗ്രാമ്പൂ, ഫുൾ സാധനങ്ങളവിടെ. അടിപൊളി സ്ഥലം. ദെൻ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നാടൻ സാധനങ്ങളില്ലാന്ന് പറയണ്ട, ചക്കയുണ്ട്. ഓറഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കാതിരുന്ന മോശമല്ലേ കേട്ടോ. എന്നാലും ഞാൻ ഒരെണ്ണം ഇച്ചിരി പഴുത്തായിരുന്നു, ഇച്ചിരി വലുതായിരുന്നു. അത് ഞാൻ പറിച്ച് കഴിച്ചത്. ഭയങ്കര പുളിയായിരുന്നു. കുറച്ച് പഞ്ചസാര ഇട്ട് കഴിച്ചു. ഇപ്പം എന്താ ഇത് കുറച്ച് വിളഞ്ഞു വരുന്ന സാധനം കാണുന്നുണ്ടോ? അത് ഒത്തിരി കാണുന്നുണ്ട്. അർപ്പിത ഓൺ ഫ്ലോർ. അർപ്പിത, ഞാൻ വ്ളോഗ് എടുക്കുമായിരുന്നു. ഒരു യൂട്യൂബ് ഫുൾ വ്ളോഗ് ഇടാന്ന് വിചാരിച്ചു. ഞാൻ ലോങ് വ്ളോഗ് എടുക്കുക. ഇത് അർപ്പിത, എൻ്റെ എന്താ പറയാ, എക്സ് കൊലീഗ്. ഞാൻ ഇപ്പം വർക്കിംഗ് അല്ലല്ലോ. സ്ഥലം എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ? ഫ്രം കന്നഡ, കർണാടക. So this is very good ambience, very nice place. മലയാളത്തിൽ പറയാം. മലയാളം പറയൂ. ആക്ച്വലി We just go in English better. So it's very good ambience, having കൊടുത്ത പൈസക്ക് വേർത്തല്ലേ? yeah, very good. ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് കൊടുത്ത പൈസക്ക് അടിപൊളി വേർത്താണ്. We have so many like fruit plantation is there. ഞാൻ കാണിച്ചു കൊടുത്തു ഓരോന്നും. കുറേ ഉണ്ടല്ലേ, കുറെ നമുക്ക് പറിക്കാൻ പറ്റില്ല. പിന്നെ ആന്റി നമുക്ക് രാവിലെ കുറെ പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എല്ലാവരും 2 വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളിപ്പം ക്യാമ്പ് ഫയർ നടത്തി. ഇന്നലെ ക്യാമ്പ് ഫയർ നടത്തിയ സ്ഥലത്തോട്ട് പോവാം. അടുത്തത് വരണം തോന്നുന്നു. പോയി ഞാൻ താഴോട്ട് പോവാം. ഇതാണ് നമ്മൾ ക്യാമ്പ്. ഞാൻ താഴെ ഇറങ്ങുന്നില്ല, ഒരുപാട് ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ താഴെ നിങ്ങൾ കണ്ടോ ഫയർ. നല്ല രസമാണ് ഇവിടെ നിൽക്കാനൊക്കെ, അടിപൊളിയാ. ലൈക്ക് സി നൈസ് അല്ലേ? നാച്ചുറൽ ഷാമ്പു ആണ് ഇതിനെ. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം വരും. ഷാമ്പു ആയിട്ട് ഉപയോഗിക്കും, ഫേസിലൊക്കെ ഇടുന്ന. ഇന്നിപ്പം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ തങ്കം ചേച്ചിയൊക്കെ അങ്ങനെ പറയുന്നത് അതിനെക്കുറിച്ച്. ഞാൻ ഉപയോഗിച്ചില്ല, പക്ഷെ ഉപയോഗിക്കണം ഇന്നലെ ഉണ്ടായി. പക്ഷെ ഇന്നലെ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഉപയോഗിച്ചില്ല. ബാക്കിയുള്ള സ്ഥലം കാണിച്ചു തരാം. ഏകദേശം ഇന്നലെ കാണിച്ചതൊക്കെ തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ ഫുൾ കാണിച്ചു തരാം. യു ജോയിൻ അസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്. ഓക്കെ, അങ്ങനെ 2 സൈഡിലും പ്ലാന്റേഷൻസ് ഉണ്ട്. ഇവിടെ വീടുണ്ട്,
പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവര് വർക്ക് ചെയ്യുന്നതായിരിക്കുമല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നതാവും. താഴെ ഫുൾ ഏലമാണ് കൂടുതലും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളൊക്കെ ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്, പിന്നെ പിന്നെന്താ ആ മറ്റേ ഇലയുടെ ഉണ്ടാക്കുന്ന ഇലയില്ലേ, അതിൻ്റെ പേരെന്തുവായിരുന്നു? അതിൻ്റെ പേര് ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇവിടെയും കൊടുക്കാം. ആ സാധനം ഉണ്ട്. അതിൻ്റെ മരം കുറച്ചുകൂടെ ഫ്രണ്ട്സിലോട്ട് പോയി കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ കണ്ടോ, ഓറഞ്ച് ശരിക്കും പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. നമുക്ക് ആകെ ഒരു ഓറഞ്ച് കിട്ടി, പക്ഷെ അത് ഭയങ്കര പുളിപ്പായിരുന്നു. സൈഡ് ഫുള്ള് ഓറഞ്ച് ഉണ്ട്. അപ്പർ സൈഡിൽ ഫുള്ള് ടീ പ്ലാന്റേഷൻ. ഇവിടെ കോഫി ഉണ്ടല്ലോ. കോഫി ശരി, നമ്മൾ ഫ്രണ്ടിൽ കയറുന്ന സൈഡിലുണ്ടല്ലോ ഒരു കോഫി. ഇവിടെ ഇതൊക്കെ ഓറഞ്ചാണ്, മുകളിലുള്ളതൊക്കെ ഓറഞ്ചാ. ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ട് ഇവിടെ. ഓറഞ്ച് ഉണ്ട്, പേരക്കയുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. പിന്നെ മറ്റേ ഇതുണ്ട്, ആപ്രിക്കോട്ടിലെ പേരെന്താ, മറ്റേ വയലറ്റ് കളറ്. അല്ലല്ല, അത് അവിടെ ഉള്ളത്. ഈ ഫ്ലവർ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കാണാനേ ഇല്ല ഈ ഫ്ലവർ. ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ ഫ്ലവർ. ഇത് കാപ്പിയാണ്, ഇത് കാപ്പിക്കുരുവാണ്. ഈ സാധനം ഞാൻ പറഞ്ഞു, ഇതിന്റെ പേര് ഞാൻ വിട്ടുപോയി. അവിടെ ഇതിപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് നമ്മൾ വാങ്ങുന്ന സാധനം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അയ്യോ, ഞാൻ പേര് മറന്നുപോയി. ഇത് ഫുള്ള് ടീ പ്ലാന്റേഷൻ ആണ്. മുകളിലും ടീ പ്ലാന്റേഷൻ അല്ലേ? പെപ്പർ ഉണ്ട്. ഇതാണ് സ്ഥലം, ബ്രീസി പോയിന്റ്, കരിമട്ടം എസ്റ്റേറ്റ്, ഗസ്റ്റ് ഹൗസ്, കൂവാലേട്ടം. എന്തായാലും ബ്രീസി പോയിന്റ് എന്താ പറയാ, സ്ഥലത്തിന് വാഗമൺ അടിച്ചാൽ വരും. അത് തന്നെയാണ് സ്ഥലം. അടിപൊളി സ്ഥലമാണ്. വരുന്നെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഒരു 2 days ഒക്കെ അല്ലെങ്കിൽ 1 day ഒക്കെ വൺ ഡേ ഒക്കെ വന്ന് നിൽക്കുകയാണ്. ബട്ട് വിത്ത് ഗാങ്, നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒത്തിരി അധികം പേര് വരികയാണെങ്കിൽ നല്ല ബോത്താണ്. പക്ഷെ 2 പേരൊക്കെ വരികയാണെങ്കിൽ നഷ്ടമാണ്. പിന്നെ അത്രയും കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിലും 2 പേര് മാത്രമായിട്ടൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ഗാങ് ആയിട്ടോ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഗാങ് ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും സ്ഥലം. പ്രൈവസി ഉണ്ട്. പക്ഷെ കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അറിയത്തില്ല ഇങ്ങനെ അത്രമാത്രം പ്രൈവസി ഉണ്ടാവും. കാരണം വലിയൊരു എസ്റ്റേറ്റ് ആണ്, നമുക്ക് അറിയില്ലല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും, എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരാൻ പ്ലാൻ ഉണ്ട് അടുത്ത. നോക്കട്ടെ, ഹസ്ബൻഡിന് ലീവ് കിട്ടിയാൽ പറ്റും. ഹസ്ബൻഡിന് ലീവ് കിട്ടണം, കൊച്ചിക്ക് ലീവ് കിട്ടണം. കൊച്ചി ചേർത്തോ? അറിഞ്ഞില്ലേ? എവിടെ ചേർത്തപ്പം? അവിടെ അടുത്ത് തന്നെ അടുത്ത അംഗൻവാടി ഉണ്ട്, അംഗൻവാടി വിട്ടു. അംഗൻവാടി വിട്ടു. അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം കാര്യം പറ. I am from Bangalore. Native is Bangalore, but I am settled in Kochi now because of my ഉടുപ്പി അല്ലായിരുന്നോ? ബാംഗ്ലൂർ ആയിരുന്നോ? native is Udupi, but I am born and brought up in Bangalore. Okay. So after marriage, settled in Kochi. Yes, that's all. അപ്പൊ അതൊക്കെയാണ് അപ്പിലെ വിഷയം. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ആൾക്കാരെ ജസ്റ്റ് കാണിച്ചു തരാം. അവർ സംസാരിക്കുന്ന എനിക്കറിയില്ല, കാണിച്ചു തരാം. ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും യങ്ങറായിട്ടുള്ള, ഏറ്റവും പ്രായം കുറഞ്ഞത് ആൽബിക്കാൻ തോന്നുന്നു. ആരോടാണ് സംസാരിക്കുന്നത് അറിഞ്ഞൂടാ. ചിരി നോക്കുമല്ലേ. ഞാൻ ഓൾറെഡി ഈ ഫ്രണ്ട് പോർഷനൊക്കെ കാണിച്ചു തന്നു. എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ആർച്ചും ബ്രീസി പോയിന്റ് എഴുതിയിരിക്കുന്നതും ആ ഫ്രണ്ടിലെ കുറേ ട്രീസും സൈഡിൽ ഫുള്ള് ഏലത്തോട്ടം കേട്ടോ. ആ ഫ്രണ്ട് പോർഷൻ ഇതാണ് നമ്മുടെ ബ്രീസി പോയിന്റ്. ആരെങ്കിലും വരുന്നെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. അടിപൊളി സ്ഥലം. ഈ പാഷൻ ഫ്രൂട്ട് കണ്ടോ നിങ്ങൾ? ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് നന്നായിട്ട് പഴുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആൻറ്റി സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടൊന്നു. അതായത് if it is little bit of, even if it is little പഞ്ചസാര ഇട്ട് അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ആഗ്നൽ. നമ്മുടെ ട്രാവലൊക്കെ സെറ്റ് ചെയ്ത് ആഗ്നലാണ്. ഇത് ബുസ്താന ആൻഡ് ആൻസൺ റബലോ. ഇതാണ് തങ്കചേച്ചി. തങ്കചേച്ചിക്ക് കുഞ്ഞാവൊക്കെ ഉണ്ട്. ഇത് ഋഷി. പിന്നെ ദൈവം എനിക്ക് വരും. മൂന്നാമത്തെ എടാ, ഒന്നി പഴച്ച 3 കിട്ടും. നീ എടുത്തോ.
താങ്ക് യു. ഇത് പഴുത്ത്, ഇത് അത്യാവശ്യം വിളഞ്ഞിട്ടോ. തരുൺ സേ ഹായ്. ഇത് തരുൺ. പിന്നെ അവിടെ അനൂഷാണോ അത്? അനൂഷല്ല, ദീപക്. ദീപകിന്റെ കല്യാണം കേട്ടോ സെപ്റ്റംബറിൽ. എല്ലാരും പറഞ്ഞു കേട്ടോ. ഗുഡ് ബൈ ടു ദി ഹൗസ്. പക്ഷെ നല്ല ഹൗസ്, നല്ല വീടായിരുന്നു, അത്യാവശ്യം നല്ല. ഇത് അനൂഷ്. അനൂഷ് സേ ഹായ്. വ്ലോഗ് ഇല്ല, പക്ഷെ ലുക്ക് ഉണ്ട്. നീ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നേ. സേ ഹായ്. എന്റെ കല്യാണവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിന്ന റിസോർട്ടിൻ്റെ അവിടെ ഉള്ളിലുള്ള ആ ഒരു ഹാളിലുള്ള പിക്ചേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ആക്ച്വലി ഒറിജിനൽ പിക്സ് ആണെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ തന്നെയുള്ള പിക്ചേഴ്സാണ്. ഓറഞ്ചൊക്കെ ഇവിടെ വിളഞ്ഞത് തന്നെയാണ് കേട്ടോ. ശേഷം ഞാൻ കണ്ണാടി നോക്കി കുറച്ച് പ്രഹസനമൊക്കെ കാണിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി പ്രത്യേകിച്ച് സ്പോട്ടൊന്നും ഇല്ല നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാണ്. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങും. അത് ഞാൻ പോകുന്ന വഴിക്കാണ് മനസ്സിലാക്കിയത് നമ്മളവിടെ ഇറങ്ങുന്നത്. അതും വഴിയെ തന്നെ കാണിച്ചു കേട്ടോ. ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രതീക്ഷിക്കാതെ നമ്മൾ ഇറങ്ങിയൊരു സ്ഥലം. ഇത് ആക്ച്വലി ഇതിൻ്റെ താഴെ വാട്ടർഫോൾ ഉണ്ട്. ഒത്തിരി ഇറങ്ങാനുണ്ട്, നല്ല കഷ്ടപ്പാടാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി അവിടെ പോയില്ല. ഞങ്ങൾ കുറച്ച് പേര് പോയില്ല, ആകെ 3-4 പേര് മാത്രമാണ് താഴെ ഇറങ്ങിയത് കേട്ടോ. ഋഷി, ആഗ്നല, അനോഷ്, എൻ്റെ ഓർമ്മയിൽ ഒരു 3 പേര് മാത്രം. പിന്നെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയ ചേട്ടൻ, അവർ 4 പേര് മാത്രമാണ് താഴേക്ക് ഇറങ്ങിയത്. ബാക്കി ആരും തന്നെ പോയില്ല. അത്രയും വഴുക്കലായിരുന്നു അവിടെ, അത്രയും സ്ലോപ്പായിരുന്നു. ഇറങ്ങി ചെന്നിട്ടുള്ള വ്യൂ ചെയ്താണ് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ താഴേക്ക് പോയത്. പക്ഷെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 3/4 ഭാഗം പോയിട്ട് പിന്നെ തിരിച്ച് കയറുകയാണ് ചെയ്തത്. മെയിൻ റോഡിൽ കയറിയതിന് ശേഷം കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒരു സെറ്റപ്പ് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വെള്ളം താഴെ പോയി വീഴുന്നതാണ് അവരവിടെ നിന്ന് വാട്ടർഫോൾ ആയിട്ട് കാണുന്നത്. പക്ഷെ ഞങ്ങൾ ആ 3/4 ഭാഗം നടന്നില്ലേ, എൻ്റെ പാൻറ്റിൻ്റെ ഒക്കെ അവസ്ഥ നോക്ക്. ഇതായിരുന്നില്ല, ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുറേയൊക്കെ കഴുകി കളഞ്ഞാണ്. അത്രയും മോശമായിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ. ഞങ്ങൾ ഇന്നലെ പോയതിനെക്കാട്ടിയും ഭയങ്കര മോശമായിരുന്നു. ഇന്നത്തെ ആ റോഡിൻ്റെയൊക്കെ സ്ഥിതി, നല്ല മഴ പെയ്തിട്ട് ഫുൾ ചെളിയായിരുന്നു. ഇന്നലെ പോയതിനെക്കാട്ടിയും പാടായിരുന്നു ഇന്നത്തെ ആ ഒരു കാട്ടിക്കൂടെയുള്ള യാത്ര. ആക്ച്വലി ഇത് കാടല്ല, ഏലന്തോട്ടമാണ്, പക്ഷെ കാട് പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വ്യൂ ഒക്കെ കണ്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയിട്ടോ. വിഷമാണോടാ? അങ്ങനെ അവൻ്റെ പ്രഹസനമൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. സത്യം പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് സങ്കടം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും അടിപൊളി ട്രിപ്പ് പോയതിന്റെ സന്തോഷം, എന്നാൽ അത് തീർന്നതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. ഇതായിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ അതിൽ ഇഷ്ടംപോലെ മിസ്റ്റേക്സ് ഉണ്ടാവും അറിയാം. എല്ലാം ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് ബൈ ബൈ ഫ്രം മേഘ. ടേക്ക് കെയർ ഗൈസ്.